ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള അവസാനിക്കുകയാണ്. അപ്പം അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ 1 മുതൽ പുതിയ പദ്ധതിയാണ്. പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഒട്ടനവധി മാറ്റങ്ങളിലൂടെയാണ് ഈ പദ്ധതി മുന്നോട്ട് വരുന്നത്. അതായത് പുതിയ പദ്ധതി VBG റാംജി. അപ്പം കൂടുതൽ പേർക്കും തൊഴിലുറപ്പ് പദ്ധതി കാര്യങ്ങളോ പ്രവർത്തികൾ എങ്ങനെ ഏറ്റെടുക്കേണ്ടത്, ഏതൊക്കെ പ്രവർത്തികൾ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ പലരും നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവർക്കും 2-3 പദ്ധതികളാണ് പറഞ്ഞിട്ടുണ്ടാവുക. അത് പ്രകാരം എസ്റ്റിമേറ്റൊക്കെ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയ നിലവിലുള്ള ഓൺഗോയിങ് വർക്കുകളൊക്കെ, അതായത് ഫിസിക്കൽ കംപ്ലീഷനോ കൊടുക്കാത്ത പ്രവൃത്തികളൊക്കെ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതികളൊന്നും നിർത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ മാറിയത് കൊണ്ട് തന്നെ വളരെ പ്രതിസന്ധികൾ നേരിടും തൊഴിലുറപ്പ് പദ്ധതി പ്രവൃത്തികൾ. അപ്പോൾ പുതിയ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് NMS ആപ്പിൽ അപ്ഡേഷൻ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ ഒരു NMS ആപ്പിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 4.0.0 എന്ന് പറയുന്നതാണ് പുതിയ വെർഷൻ. അപ്പോൾ നിലവിൽ മിക്കവാറും അതിൻ്റെ ഫോട്ടോസൊക്കെ മാറി മഹാത്മാഗാന്ധിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറിക്കൊണ്ടുള്ള വെർഷൻ ആയിരിക്കാം വരുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിലവിൽ അവർ അറിയിച്ചിട്ടുണ്ട്, നിലവിൽ NMS ആപ്പിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് 4.0.0 എന്ന് പറയുന്ന വെർഷനാണ്. അതിൽ പെർഫോമൻസും അതേമാതിരി കുറച്ച് കാര്യങ്ങൾ മാറ്റി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി 12 മണി കഴിഞ്ഞാൽ എന്താണ് അപ്ഡേഷൻ വന്നത് എന്ന് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോ വേറെ ആരുടെയും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രിയോടുകൂടി പുതിയ അപ്ഡേഷൻ എല്ലാവരും മാറ്റി ചെയ്യേണ്ടി വരും. എന്ന് മാറ്റിയാൽ മാത്രമേ അവർക്ക് NMS ആപ്പിലൂടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ WC FP വർക്കുകളൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. 25-ാം തീയതി നിർത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നൊന്നും ചെയ്യാൻ കിട്ടുന്നേയില്ല, സൈറ്റൊന്നും ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ സൈറ്റിൻ്റെ അപ്ഡേഷനൊക്കെ വരുത്തിയത് കാരണമായിരിക്കാം ഇന്നൊന്നും കിട്ടാത്തത്. അപ്പോൾ നിലവിൽ 25-ാം തീയതിയോട് സ്റ്റോപ്പ് ആക്കാനാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം നിലവിൽ ഏതെങ്കിലും മസ്റ്റോളുകളൊക്കെ ഉണ്ടെങ്കിൽ ലൈഫിൻ്റെ മസ്റ്റോളുകളൊക്കെ പുതിയ ഇതിൽ NMS ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പുതിയ അപ്ഡേഷൻ, അതായത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ, അല്ല അപ്ഡേറ്റ് കാണിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് കാണിക്കുകയാണെങ്കിലോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ പുതിയ വെർഷൻ അപ്ഡേറ്റ് ആക്കുക. ഏതെങ്കിലും മസ്റ്റോളുകൾ എടുത്തതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അപ്ഡേറ്റ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യരുത്. വീണ്ടും അവരുടെ ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ആവും. ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാരെ കൂലിയൊക്കെ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. വന്ന പല ജില്ലകളിലുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ചുരുക്കം പഞ്ചായത്തുള്ള ഏതെങ്കിലും മേറ്റിനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ മേറ്റിൻ്റെ കൂലി നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തിനും നിലവിൽ അലോട്ട് ചെയ്ത പൈസകളൊക്കെ പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട്. അപ്പം ഇനി ഏതെങ്കിലും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്ന് വരും. ഏകദേശം കിട്ടുമോ, ഇപ്രാവശ്യം കിട്ടുമോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത ഫണ്ട് വരുമ്പോൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ നിലവിൽ മേറ്റുമാരെ കൂലി വന്നിട്ടുണ്ട്. അതേപോലെ അൺസ്കിൽഡ് വേജസ് കറക്റ്റ് മെയ് വരെയുള്ള പൈസ ഒക്കെ വന്നിട്ടുണ്ട്. ജൂണിലത്തെ മാത്രമേ പെൻഡിങ് ഉള്ളൂ എന്നാണ് അറിയുന്നത്. മെയ് മാസത്തെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ജൂൺ മാസത്തെ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു, അതും കിട്ടും. അതേപോലെ തന്നെ FRA ട്രൈബൽ പ്ലസിൻ്റെ ഫണ്ട് പെൻഡിങ് ആയിരുന്നു, കുറേ കാലങ്ങളോളം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഫണ്ടും വന്നിട്ടുണ്ട്. 100-ന് മുകളിൽ പണിയെടുത്തവരുടെ പൈസ കുറച്ച് അധികം പെൻഡിങ് ആയിരുന്നു, പക്ഷേ അതിപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും അവസാനിച്ചു എന്ന് അറിയുന്നു. അപ്പോൾ FRA ഒക്കെ പൈസ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ച് നോക്കുക. പിന്നെ തൊഴിലുറപ്പിലെ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് ലൈവോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ലൈവിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട്
നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ താല്പര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ പദ്ധതിയെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രവൃത്തികൾ ഏറ്റെടുക്കാം, എന്തൊക്കെ പ്രവൃത്തികളാണ് നമുക്ക് പറ്റുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രമുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ലാതെ അതിൽ റോഡ് ടാറിങ് മുതൽ കോൺക്രീറ്റ് അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പുതിയ പ്രവൃത്തിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കാം. അപ്പോൾ നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് പ്രകാരമുള്ള ഇതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മണ്ണ് ജലം സംരക്ഷണം പോലത്തെ കൃഷിക്ക് അനുയോജ്യമായ പ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് പല സംസ്ഥാനങ്ങളും നേരിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മാറ്റം വരാൻ സാധ്യത കൂടുതലാണ് പ്രവൃത്തികളുടെ കാര്യത്തിലൊക്കെ. ഒന്നല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തിന് തീരുമാനിക്കാനുള്ള അധികാരം മാത്രം കൊടുത്താൽ മതി. അത് കൊടുത്താൽ തന്നെ കുറേ സംസ്ഥാനത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ മാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് തൊഴിലുറപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ ഇപ്പം നിലവിലെ സ്ഥിതി എന്ന് വെച്ചാൽ കൂടുതൽ ആസ്തികൾ ആർജിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ പുതിയ പദ്ധതിയിലേക്ക് മാറ്റുമ്പോൾ അൺസ്കിൽഡ് വേജസിൻ്റെ കാട്ടിയും കൂടുതൽ ആസ്തികൾ, അതായത് റോഡ്, ബിൽഡിങ്സ് അങ്ങനത്തെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുതിയ പദ്ധതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലയെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സംസ്ഥാനങ്ങൾ 40% ഫണ്ട് അനുവദിക്കും, വെറും 20% മാത്രമേ കേന്ദ്രം കൂടുതലായിട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് പദ്ധതികളുടെ കാര്യത്തിൽ പൂർണ്ണ അധികാരം നൽകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നൽകിയാൽ മാത്രമേ പ്രവൃത്തികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. എല്ലാം ആസ്തികൾ ആർജിക്കുന്നത് തെറ്റല്ല, അത് ശരിയാണ്, അത് നിർബന്ധമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പണികൾ ഏറ്റെടുത്തിട്ട് അവർക്കൊരു വേതനം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പേരിനോടൊപ്പം തന്നെ തൊഴിലുറപ്പ് മൊത്തത്തിൽ മാറുകയാണ്. അപ്പം പദ്ധതിയിൽ നിലവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിലെ പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെയാണ് ഉള്ളത്. പക്ഷേ അതിൽ പ്രവൃത്തികളിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ്. അപ്പോൾ പ്രവൃത്തികളെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്, ഏതൊക്കെ പ്രവൃത്തികളാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അത് ഇന്ന് നാളെയോ എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനമാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മളൊരു വിശദമായ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ NMS ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ മാസം ആകെ 3 വീഡിയോ സെറ്റാണ് ചെയ്തത്. ഇപ്പോൾ സമയം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് കണ്ടമാനം കുറച്ചത്. നമുക്ക് വീഡിയോ ഇട്ടാലാണ് ആൾക്കാരിലേക്ക് എത്തുക എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കിനി വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം നൽകണം എന്ന് അറിയിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റിനൊക്കെ മറുപടി നൽകും. കമൻറ്റിനും എല്ലാത്തിനും മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നൽകാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ മാക്സിമം കമൻറ്റിനും മറുപടി നൽകും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ലൈവൊക്കെ വേണ്ടിയവർ ഒന്ന് കമൻറ്റ് പറയുക. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.